Hare Krishna, bro. ഹരേ കൃഷ്ണ. സോ Krishna. 15-ാമത്തെ അധ്യായം തുടക്കം മുതൽ ഒന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ ശ്ലോകം മുതൽ ഓടിച്ചുവിടാം. ഒരു ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ പാദാബ്ജങ്ങളിൽ ഒരു പുഷ്പം അർപ്പിക്കുന്നത് കൊണ്ട് മാത്രം അത്യാസക്തനായ ഒരു വിഷയി പോലും ഭക്തനായിത്തീരുന്നു. സോ ഒരു നല്ല നമുക്കൊരു കീഴ്വഴക്കം സൃഷ്ടിക്കാം. നമ്മുടെ സത്സംഗങ്ങളിലും അതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പൂക്കൾ വെച്ചിട്ട് ആ പൂക്കള് ഗൗർനിത്തായുടെ പഞ്ചതത്വയുടെ ഒക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വന്ന് അർപ്പിക്കാനും പഞ്ചതത്വക്കും പ്രഭുപാദിനും ഒക്കെ പൂക്കൾ അർപ്പിക്കാനും അങ്ങനെ ഒരു സിസ്റ്റം മേ ബി നമ്മുടെ അമ്പലങ്ങളിലും ശരി, അതേപോലെ നമ്മുടെ സത്സംഗങ്ങളിലും നമുക്കത് ചെയ്യുകയാണെങ്കിൽ ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വലിയൊരു പ്രീച്ചിങ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അല്ലെ? കാര്യം പുഷ്പം അർപ്പിക്കുന്നതുകൊണ്ട് മാത്രം അത്യാസക്തനായ ഒരു വിഷയി പോലും ഭക്തനായി തീരുന്നു. വായിച്ചപ്പോൾ അത് തോന്നി. പിന്നെ അഞ്ചാമത്തെ ശ്ലോകത്തില് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ടീച്ചർമാരുടെ പേര് പറയുന്നു. അല്ലെ? വിഷ്ണു, സുദർശനൻ. പിന്നെ കുറച്ചുകൂടി വളർന്നപ്പോ അടുത്ത ഹയർ ലെവൽ ഹൈസ്കൂളിലേക്ക് പോയി. അവിടെ ഗംഗാദാസ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ചു. സംസ്കൃത വ്യാകരണം പഠിച്ച് പൂർത്തിയാക്കാൻ കുറഞ്ഞത് 12 വർഷം വേണം എന്ന് പറയുന്നു. കാര്യം ബാക്കിയെല്ലാം അറിയണമെങ്കിൽ ആദ്യം വ്യാകരണം അറിയണം, അല്ലെ? ഗ്രാമർ അറിഞ്ഞാലേ നമുക്ക് ആ ഭാഷ ശരിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഭാഷ നൽകുന്ന മറ്റ് അറിവുകൾ, ഭാഷ ഉപയോഗിച്ച് നമ്മൾ പഠിക്കേണ്ട മറ്റ് അറിവുകൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. സോ വ്യാകരണം, ഗ്രാമർ വളരെ സ്പെഷ്യൽ ആണ്, റൈറ്റ്? പിന്നെ വേറെന്താണ്? ഒൻപതാമത്തെ ശ്ലോകത്തില് ചൈതന്യ മഹാപ്രഭു അമ്മയോട് ഒരു ദാനം ആവശ്യപ്പെടുന്നു. എന്താണ് ആ ദാനം? ഏകാദശി ദിവസം ധാന്യം കഴിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ചൈതന്യ മഹാപ്രഭു വയ്ക്കുന്നത്. വിഷ്ണു പ്രസാദമാണെങ്കിൽ പോലും ധാന്യം ഏകാദശി ദിവസം കഴിക്കരുത് എന്നാണ് പറയുന്നത്. ചിലപ്പോ ഭക്തന്മാര് ഭഗവാന്റെ പ്രസാദമല്ലേ കഴിക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കാറുണ്ട്. അത് പാടില്ല എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി പറയപ്പെടുന്നു, റൈറ്റ്? എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? അത് വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് ദ്വാദശി ദിവസം നമുക്കത് കഴിക്കാം. ഏകാദശി ദിവസം നമ്മൾ ധാന്യങ്ങള്, അതുപോലെ ഗ്രെയിൻസ്, ബീൻസ്, ഇതൊക്കെ നമുക്ക് അനുവദനീയമല്ല, റൈറ്റ്? പിന്നെ വിശ്വരൂപന്റെ സന്യാസത്തെ കുറിച്ച് പറയുന്നു 14-ാമത്തെ ശ്ലോകത്തില്. 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഏകാദശി ദിവസം ധാന്യം കഴിക്കൽ മാത്രമല്ല ഭക്തന്മാർക്ക് വിലക്കിയിട്ടുള്ളത്. ഏത് ദിവസമാണെങ്കിലും ഒരിക്കലും താമ്പൂലം, വെറ്റില, പാക്ക്, അടയ്ക്ക, ഇതൊക്കെ ഭഗവാന് നേദിക്കാം. ഭഗവാന് ചിലപ്പോൾ താമ്പൂലം നേദിക്കാറുണ്ട്, വെറ്റില നേദിക്കാറുണ്ട്. അത് ഭഗവാനാവാം, പക്ഷെ ഭക്തന്മാർക്കായിക്കൂടാ. സംശയമുണ്ടോ എന്തെങ്കിലും അതിനെക്കുറിച്ച്? ഇത് ലഹരിയാണല്ലോ വരുന്നത്. ലഹരിയാണ്. അപ്പൊ ഭഗവാന് കൊടുക്കാം. ഭഗവാന് ലഹരി കൊടുത്തൂടല്ലോ. നമ്മൾ പക്ഷെ സാധാരണ ഭഗവാൻ എന്തുകൊണ്ട് അത് നൈവേദ്യത്തിൽ വരുന്നു? അതൊരു ചോദ്യമാണ്.
അത് പക്ഷെ അതൊരു ഇതാണല്ലോ നമ്മൾ അന്ന് ചർച്ച ചെയ്ത്, അതായത് നമ്മള് ദക്ഷിണയ്ക്കൊക്കെ എല്ലാം നമ്മൾ വെറ്റില അടക്കിയാണ് വെക്കുന്നതല്ലോ. അപ്പൊ അതിനെന്തോ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇതെന്താണെന്ന് അറിയില്ല. ഉം, അടയ്ക്കൊക്കെ ഒരു വലിയ പ്രാധാന്യമുണ്ട്, പക്ഷെ അത് കഴിക്കാൻ പാടില്ല. പക്ഷെ പാടില്ല. ഭഗവാൻ എന്ന നിലയിൽ ഇഷ്ടമുള്ളതെന്തും അവിടുന്ന് ചെയ്യാം, എന്തും ഭക്ഷിക്കാം. പക്ഷെ അവിടുത്തെ ലീലകളെ നാം ഒരിക്കലും അനുകരിക്കരുത്. കുറെ ഇടത്ത് ഈ ഭക്ഷിക്കുക മാറ്റിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പറയാം, കുറെ സ്ഥലത്ത് മാറ്റി. പിന്നെ 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭാവാർത്ഥത്തില് പരമദിവ്യോത്തമ പുരുഷനും അവിടുത്തെ ഭക്തന്മാരും ഈ ലോകത്തിലേക്ക് വരുന്നത് ഒരു ദൗത്യ നിർവഹണത്തിനാണ്. അതിനാൽ അവർ ചിലപ്പോൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വൈഷ്ണവേര ക്രിയാമുദ്ര വിജ്ഞേഹ ന ബുഝായ. ഒരുവന് അഭിജ്ഞനും ബുദ്ധിമാനുമായ പണ്ഡിതനാണെങ്കിൽ പോലും അവന് ഒരു വൈഷ്ണവന്റെ കർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഉദാഹരണങ്ങൾ തോന്നുന്നുണ്ടോ? പൊതുവെ നമ്മള് സമൂഹത്തിൽ മാന്യതയെന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കൊരു സാമൂഹിക ചട്ടക്കൂടുണ്ട്. ചില സമയത്ത്, എല്ലായ്പ്പോഴും അല്ല, ചില സമയങ്ങളിൽ ഒരു ഭക്തൻ അതിനെയും ഭേദിച്ച് ചിലപ്പോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഹരേ കൃഷ്ണ. മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നൊരു പേര് ശരിക്കും കർണൻ ആണോ അങ്ങനെ ഒരു പേരുള്ള ഒരു വേടന്റെ ഭഗവാന്റെ കണ്ണിൽ നിന്ന് ചോര വരുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹം ദൂരെ പോയി ആ, പുഴയിൽ നിന്ന് വെള്ളം വായിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കയ്യിൽ മുഴുവൻ വില്ലുപത്രങ്ങളും മറ്റേ കയ്യിൽ പൂജാസാനൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇനി എന്ത് ചെയ്യും, കണ്ണ് തിരിച്ചറിയാന്ന് പറഞ്ഞിട്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട് അടയാളം വെച്ചു ഭഗവാന് കൊടുക്കുന്നതായിട്ട്, മഹാദേവന് കൊടുക്കുന്നതായിട്ട് അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഭഗവാന്റെ കാര്യത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കുറൂരമ്മയാണോ പറയാമോ? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പൈങ്കിളി പറയാമോ പ്രീതി? എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇന്ദിരാഭഗിനി പഴത്തിന്റെ തൊണ്ട് കൊടുക്കുന്നു, പഴം കൊടുക്കുന്നതിന് പകരം. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, ചിലപ്പോ ഒരു വൈഷ്ണവന്റെ പ്രവൃത്തികള് പുറമേ നിന്ന് നോക്കുമ്പോൾ തെറ്റായിട്ട് തോന്നാം, സംശയാസ്പദമായിട്ട് തോന്നാം. പക്ഷേ ആ വ്യക്തി മറ്റൊരു ഉദ്ദേശത്തോടെ ആയിരിക്കും ചെയ്യുന്നത്, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണാജനകമായ എന്തെങ്കിലും ഗോപി സംഭവങ്ങളോ ഗോപികള് ഭഗവാന് തലവേദന വരും എന്ന് പറഞ്ഞിട്ട് കാലടിയിലെ മണ്ണ് കൊടുക്കുന്നുണ്ട് തലവേദന മാറ്റാൻ വേണ്ടിയിട്ട്. അതൊരു നല്ല ഉദാഹരണം. വേറെന്തെങ്കിലും അതുപോലെ? ഹരേ കൃഷ്ണ പ്രഭു. കുറൂരമ്മ പൂജയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോ ഭഗവാൻ വന്നിട്ട് മൂത്രമൊഴിച്ച് വയ്ക്കും പാത്രത്തില്. ഭഗവാൻ തന്നെ മൂത്രമൊഴിച്ച് വെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഭഗവാന്റെ കാര്യമല്ല, ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്, വൈഷ്ണവരുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സന്യാസം സ്വീകരിക്കുമ്പോൾ അവർ പൂണൂല് ഉപേക്ഷിക്കുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചില സന്യാസിമാർ പൂണൂല് അവർക്ക് പൂണൂല് അത് സന്യാസം സ്വീകരിക്കുമ്പോൾ അത് ഒഴിവാക്കാറുണ്ട്. നമ്മുടെ വൈഷ്ണവ ഇതിലുണ്ടോന്ന് എനിക്ക് അങ്ങനെയല്ല, മറ്റുള്ള ഇതിലൊക്കെ അല്ല, അത് പൂണൂല് ഇതുമായിട്ട് വേണ്ടാന്ന് വെക്കും. നമ്മൾ ഈ അല്ല ഐ മീൻ മാതാജി പറഞ്ഞ നല്ലൊരു ഉദാഹരണമാണ്. സാധാരണ
നമ്മുടെ കാലിലുള്ള മണ്ണെടുത്ത് ഭഗവാന്റെ തലയിൽ ഇടാറില്ല, പക്ഷെ ഗോപികമാരത് ചെയ്തു. അതൊരു ഉദാഹരണം. വേറെ എന്തെങ്കിലും അങ്ങനെ ഉദാഹരണങ്ങളുണ്ടോ? എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ചിലപ്പോഴൊക്കെ ഇത് സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? വിദൂര അർജുൻ പഴം തൊലി ഇതായിട്ട് വന്നതാണ്. ഹരേ കൃഷ്ണ. ശബരി ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഉം ബോർ കൊടുക്കുന്നതും അതുപോലെയല്ലേ? വിദൂര കൊട്ടാരത്തിലോ പഴത്തൊലി കളഞ്ഞിട്ട് കൊടുത്തില്ലേ? അത് മേ ബി. ശബരി ഭഗവാൻ എന്ത് കൊടുക്കുന്നു? ഞാവൽപ്പഴം. ഞാവൽപ്പഴ. അത് ഉം വടക്കേന്ത്യയിലൊക്കെ ബോർ ഇലന്തപ്പഴം, ബേർ ആ. ബേർ എന്തപ്പഴം? ബേർ എന്ന് പറയും. ഹരേ കൃഷ്ണ. ഹരീഷ പ്രഭു, അർജുനന്റെ തേര് അത് പറയാൻ പറ്റുമോ? അതായത് ഭഗവാൻ അർജുനനെ തേരിൽ കൊണ്ടുപോയി യുദ്ധത്തിന് തേരാളിയായിട്ടല്ലേ മീൻസ് തേര് സാരഥിന്ന് വരുന്നു. അപ്പൊ അതും ഒരു സാധാരണല്ലോ, തെനയോർ ഉഭയോർ മത്തി എന്നൊക്കെ പറയുമ്പോ തന്നെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു സേവകനെ പോലെ ചെയ്യുന്നതും ഒരു റയർ കേസ് അല്ലേ? അതെ. ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഭക്തന്മാര് അസ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാം. നിത്യാനന്ദ പ്രഭു ഒരു പ്രാവശ്യം ഒരു മദ്യ ഷോപ്പിലേക്ക് കയറിപ്പോയി. അപ്പോ അവിടെ പോയത് അവര് ഉദ്ധരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ പുറമെ ആൾക്കാർ കാണുമ്പോൾ അതിനൊരു തെറ്റിദ്ധാരണയായിട്ട് കരുതാം, ഇല്ലേ? തീർച്ചയായും. മറ്റൊരു ഉദാഹരണം ശ്രീ വൈഷ്ണവ പരമ്പരയിലുണ്ട്. ഒരു തിരുമങ്കൈ ആഴ്വാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തിരുമങ്കൈ ആഴ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു സേനാധിപനൊക്കെ ആയിരുന്നു, ഒരു ക്ഷത്രിയനായിരുന്നു സ്വഭാവം കൊണ്ട്. അദ്ദേഹം ഭഗവാന്റെ ക്ഷേത്രം പണിയാൻ വേണ്ടി വരുന്ന ആൾക്കാരെയൊക്കെ കൊള്ളയടിക്കും. അവിടെ ആൾക്കാരെയൊക്കെ ബലം പ്രയോഗിച്ച് അവരുടെ ധനമൊക്കെ അപഹരിച്ച്, വാസ്തവത്തിൽ ശ്രീരംഗനാഥ സ്വാമിക്ക് വേണ്ടി ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് അദ്ദേഹം ചെയ്തിരുന്നത്. ആ വഴി പോകുന്ന ആൾക്കാരെയൊക്കെ, ആ കാട്ടുവഴിയിലൂടെ വരുന്ന ആൾക്കാരെയൊക്കെ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിനെ വെച്ച് അവര് തിരുട്ട് നടത്തുക, കൊള്ള നടത്തുക. എന്നിട്ട് ആ ആഭരണങ്ങളും വഴി പോകുന്ന ആൾക്കാരുടെ ധനമൊക്കെ അപഹരിച്ച് അദ്ദേഹം ക്ഷേത്രം പണിയാൻ പോവും. അങ്ങനെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു കല്യാണ പാർട്ടി വരും. ആ കല്യാണ പാർട്ടി വരുന്ന സമയത്ത് അവരെ 4 ചുറ്റും വളയും. എന്നിട്ട് പറയും നിങ്ങളുടെ എല്ലാം എടുക്കൂന്ന് പറയും, ആഭരണങ്ങളൊക്കെ എടുക്കൂന്ന് പറയും. അപ്പോഴേക്കും ആ കല്യാണ പെണ്ണ്, ആ സ്ത്രീ അവരുടെ ആഭരണങ്ങൾ അഴിച്ചു കൊടുക്കും, എല്ലാം ഊരി കൊടുക്കും. അവസാനം നോക്കിയപ്പോ കാലില് ഈ മെട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇതിടുമല്ലോ, ഒരു വട്ടം, അതിന് പറയുക, ഒരു റൗണ്ടായിട്ട് വിരലിൽ ഇടുമല്ലോ, അതും സ്വർണത്തിന്റെ ആയിരുന്നു. അത് എന്ത് ചെയ്തിട്ടും വലിച്ചിട്ട് വരുന്നില്ല, അത്ര ടൈറ്റ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? തിരുമങ്കൈ ആഴ്വാര് പല്ലുകൊണ്ട് കടിച്ച് അതിനെ ഇങ്ങനെ പുറത്തെടുക്കാൻ നോക്കും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ശരീരം അവരുടെ പാദത്തിൽ സ്പർശിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സാക്ഷാത്കാരം ഉണ്ടാവും. ഇത് വാസ്തവത്തിൽ ഈ കല്യാണ പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് സാക്ഷാത് ലക്ഷ്മി നാരായണൻ തന്നെയാണ്. അവരെയും കൊള്ളയടിച്ചിട്ട് ക്ഷേത്രം പണിയാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗ്ലോറിഫൈ ചെയ്യും എല്ലാവരും. സോ ഇത് വളരെ അപൂർവമാണ്. ഇങ്ങനെ എല്ലാ ഭക്തന്മാരും ഇങ്ങനെ പെരുമാറണം എന്നല്ല പറയുന്നത്, സാധിക്കില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഭക്തന്മാര് വളരെ നമുക്ക് മനസ്സിലാവില്ല ഒരു വൈഷ്ണവൻ എന്തുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അറിയാതെ ജഡ്ജ് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, റൈറ്റ്? നമ്മൾ ഒരാളെ കണ്ടിട്ട്, ഒരു ഭക്തനെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു രീതിയിൽ തെറ്റിദ്ധരിക്കും. അപ്പോ ആ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ വല്ലതും തെറ്റായ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. പക്ഷെ അതിനൊരു മറുവശമുണ്ട്. അതായത് വാസ്തവത്തിൽ ഒരു ഭക്തൻ ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാമോ? തിരുമങ്കൈ ആഴ്വാർ അങ്ങനെ ചെയ്തു. ഇപ്പൊ നമ്മുടെ ടെമ്പിളിൽ ഒരു ഡിവോട്ടി, നമ്മുടെ ടെമ്പിളിൽ പൈസയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്, വിലപ്പെട്ട ഒരു സാധനം, അയാള് അത് കട്ടുകൊണ്ട് പോകുന്നു, ഉദാഹരണം പറയുകയാണ്.
അപ്പൊ നമുക്ക് തിരുമങ്കയാഴ്വാരെ ഓർത്തിട്ട് ഇതിനെ വെറുതെ വിടാമോ? ഇല്ല. അങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനൊരു ഇത് സ്പെഷ്യൽ കേസസ് ആണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ, അവരെ തിരുത്താനുള്ള ഒരു അധികാരം നമുക്കുണ്ടെങ്കിൽ, അവരെക്കാളും മുതിർന്നതാണോ അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ നമ്മൾ ഇസ്കോണിൽ വരുന്നതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് അവരെ ചോദിക്കാനും തിരുത്താനും അർഹതയുണ്ട്. ഇനി സപ്പോസ് നമ്മൾ അങ്ങനെയല്ല, നമ്മളെക്കാളും വലിയൊരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ സംഭവം മറ്റൊരു ഭക്തനോട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അതുവഴി എന്താ നമ്മുടെ സംശയത്തിന് സ്ഥാനവും കൊടുക്കാം. അതേസമയം നമ്മളൊരു തീരുമാനത്തിൽ എത്തുന്നില്ല, നമ്മളൊരു നിഗമനത്തിൽ എത്തുന്നില്ല. ആ വ്യക്തിയെ നമ്മൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല. നമ്മളൊരു സംശയം മാത്രമാണ് പറയുന്ന, ഒരു ചോദ്യചിഹ്നത്തോടെയാണ് നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് അപരാധവും ആവില്ല. ഓക്കെ ആണോ? യെസ് പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെയാണ് പ്രഭുജി. പക്ഷേ എൻ്റെ സ്വാഭാവികമായ സംശയം, നമ്മള് ഭഗവാനെ അല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അപ്പോ നമ്മളൊരു ജഡ്ജ്മെന്റിനോ അങ്ങനെ പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. മനസ്സിലായില്ല. ഭഗവാനെയാണ് നമ്മുടെ ലക്ഷ്യം ഭഗവാൻ മാത്രല്ലേ. അപ്പോ അത് പലരും ഇപ്പൊ ഓരോ അസുഖം ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഡോക്ടർ കൊടുക്കുന്നത് പോലെ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗുരുവിന്റെ നിശ്ചയങ്ങളിൽ വേണമെങ്കിൽ എടുത്തൂടെ. എല്ലാവരും ഒരുപോലെ ആണെന്നില്ല, ഞാൻ എൻ്റെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഇല്ല, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ല, അത് നമ്മൾ ഫോളോ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, നമ്മളത് ശ്രദ്ധിക്കില്ല. അതിന് നല്ലത് മാത്രം എടുത്താൽ പോരെ. ഒരാൾ അല്ലെങ്കിൽ വൈഷ്ണവനായാലും ഭക്തനായാലും ഗുരുവായാലും അതിലെ നല്ലത് നമുക്ക് സ്വീകരിക്കാനുള്ളത് എടുത്താൽ പോരെ. അതിന് കഴിവുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. നല്ലത് എന്താണ് നമുക്ക് എങ്ങനെ അറിയാം? ഒരു കാര്യം, നമുക്ക് പ്രോഗ്രസ് ഉള്ളത്, നമുക്ക് ആത്മീയമായ പുരോഗതി നൽകുന്നത് നല്ലത്. അതെ. അല്ലാത്തത് നമുക്ക് ഒഴിവാക്കാം. എന്റെ കാര്യമാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. പക്ഷെ നമ്മൾ നാളെ 4 പേർക്ക് ഒരു മാർഗദർശിയായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലേ? നമുക്ക് നമുക്ക് 4 പുതിയ ആൾക്കാർ നമ്മുടെ കെയറിൽ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു ജഡ്ജ്മെന്റ് ചെയ്യേണ്ടി വരും. ഹരേ കൃഷ്ണ. ജഡ്ജ്മെന്റ് ആ ചെയ്യാതിരിക്കാൻ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യണം. ഇത് മറ്റൊരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് ആർക്കും സ്ഥാനം വേണ്ട, ഞങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും വാസ്തവത്തില് അത് ശരിയായ ഒരു സമീപനം അല്ല. നമ്മളെല്ലാവരും സ്ഥാനം എടുക്കണം. ആ സ്ഥാനത്തിനോട് നമ്മൾ ആസക്തരാവരുത്. പക്ഷെ സ്ഥാനം എടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം വളരുക? കുറച്ച് ഇൻകൺവീനിയൻസ്, കുറച്ച് അസൗകര്യം നമ്മളെല്ലാവരും സ്വീകരിക്കുക തന്നെ വേണം. അല്ലാതെ ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ അങ്ങനെ ഈ ഓർഗനൈസേഷനായിട്ട് ആലോചിച്ചേയില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു സ്പിരിച്വൽ ഭഗവാന്റെ ഇത് മാത്രം ചിന്തിച്ചിട്ടാണ് ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. അതെ. അപ്പൊ എന്തായാലും ഓർഗനൈസേഷണൽ ആയിട്ടാണെങ്കിലും നമുക്ക് വീട്ടിലാണെങ്കിലും നമുക്കൊരു സ്ഥാനമുണ്ട്. അപ്പോ ജഡ്ജ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ വരും, നമുക്ക് എല്ലാവർക്കും വരും. അപ്പൊ അത് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഉന്നത വൈഷ്ണവന്മാരെ കുറിച്ചാണ്. അവര് ചെയ്യുന്നത് നമ്മൾ മുഖവിലയ്ക്ക് നമ്മൾ അതിനെ വിലയിരുത്തരുത്. അതിൽ കൂടുതൽ ചിലപ്പോൾ ആഴത്തിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് അറിയാതെ നമ്മൾ ഉടനെ എടുത്തു ചാടി ഒരു ലേബൽ ഒട്ടിക്കരുത് ആ വ്യക്തിയുടെ തലയിൽ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഹരേ കൃഷ്ണ പ്രഭു. ലൈക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തേർച്ചക്രം എടുത്ത് പോയതുപോലെ അതല്ലേ പ്രഭുജി ഉദ്ദേശിച്ചത്? മറ്റൊരു ഭക്തന്റെ പ്രതിജ്ഞയ്ക്ക് ഒരു ഇത് വരുത്താനും, എന്നാൽ അതിന് ഭഗവാൻ ചെയ്തത് പോലെ.
അതെ, ഭഗവാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് തെറ്റിച്ചു അല്ലേ? അങ്ങനെ, ഓക്കെ. പിന്നെന്താണ് ബാക്കി അധ്യായത്തില്? 29 പറയുന്നു, നവദ്വീപ് നിവാസിയും ജാതിയിൽ ബ്രാഹ്മണനുമായിരുന്ന വനമാലി ഘടക് എന്ന് പറയുന്ന വ്യക്തി ശ്രീരാമചന്ദ്രന്റെ വിവാഹാലോചന നടത്തിയ വിശ്വാമിത്രനും പിന്നീട് കൃഷ്ണന്റെയും രുക്മിണിയുടെയും വിവാഹം ഏർപ്പാട് ചെയ്ത ബ്രാഹ്മണനും, അതേ വ്യക്തിക്ക് 3 അവതാരത്തിൽ ഒരേ സർവീസ് അല്ലെ? ഒരു വലിയ കാര്യമാണ്. നിത്യസേവ എന്ന് പറയും. അദ്ദേഹത്തിന് രാമാവതാരത്തിലും ആ സേവ കിട്ടി, കൃഷ്ണാവതാരത്തിലും അതേ സേവ കിട്ടി. അതേ ബ്രാഹ്മണൻ ശ്രീ ചൈതന്യ ലീലയിൽ മഹാപ്രഭുവിന്റെ വിവാഹ ഇടപാടുകാരനായി. ഇത് ഹരേകൃഷ്ണ പ്രഭു, ഇത് ഞങ്ങൾ വായിച്ചപ്പോ ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്നിരുന്നു. കാരണം ആ പദവി നോക്കാനായിട്ട്, അതായത് ഇപ്പോ വെറും ഒരു, നമുക്ക് തോന്നുമ്പോ ഒരു വിവാഹ ഇടപാടുകാരൻ മാത്രമായി മാറി. മറ്റടുത്ത് വിശ്വാമിത്ര ആയിരുന്നു. അപ്പോ ഭഗവാന്റെ ലീലയില് പൊസിഷനിന്റെ അല്ല, ആ ലീലയുടെ ഒരു പാർട്ട് എന്നുള്ളതാണെന്നുള്ളത് ഒരു ചർച്ച എന്നുള്ളത് നടന്നിട്ടുണ്ട്. നമ്മൾ ഒരു ലീലയില് എന്ത് റോള് ചെയ്യുന്നു എന്നുള്ളത് അത്ര പ്രധാനമല്ല. ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പൊ പഞ്ചപാണ്ഡവന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണനുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ആർക്കാണ്? അർജുനൻ, അർജുനനാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് ആർക്കായിരിക്കും? യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ അല്ലെ? പിന്നെ ബാക്കി ഭീമനെ കുറിച്ച് അത്ര കേൾക്കുന്നില്ല, നകുല സഹദേവന്മാരെ കുറിച്ച് കേൾക്കുന്നേ ഇല്ല അല്ലെ? അതെ, അതെ. പക്ഷെ അതിനർത്ഥം കൃഷ്ണന് അർജുനനാണ് ഏറ്റവും പ്രിയം എന്നും, അതുപോലെ സഹദേവനും കൃഷ്ണനുമായിട്ടൊരു നിത്യപ്രേമബന്ധം ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മൾ പുറമേ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ ചെയ്യാൻ നമുക്കൊരു പ്രേരണ. ജനറലി നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്താണ് നമുക്ക് കുറെ കൂടി മനസ്സിലാവുന്നത്. അതെ. സോ ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഞാൻ വലിയ റോള് ചെയ്യുന്നോ ചെറിയ റോള് ചെയ്യുന്നോ എന്നുള്ളതല്ല. നമ്മുടെ അമ്പലങ്ങളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇസ്കോൺ ടെമ്പിൾസിൽ എടുക്കുകയാണെങ്കിൽ തന്നെ, ഞാൻ വലിയ സേവ ചെയ്യുന്നോ ചെറിയ സേവ ചെയ്യുന്നോ എന്നുള്ള ഈ താരതമ്യങ്ങളല്ല അവിടെ പ്രധാനം. ആ താരതമ്യ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കനിഷ്ഠ ചിന്താഗതിയാണ് അല്ലെ? ഞാൻ ചെയ്യുന്നത് ചെറുത് വലുത്, അല്ലെങ്കിൽ അവര് ചെയ്യുന്നത് കമ്പയർ ചെയ്യുക, ഇതൊക്കെ വാസ്തവത്തില് ഒരു ഭക്തന്റെ, ഞാൻ ഭഗവാന് സേവ ചെയ്യുന്നു, ആ സേവയിൽ എനിക്ക് സേവയിൽ നിന്ന് എനിക്ക് തൃപ്തി ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോ ആ തൃപ്തി ലഭിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളായിട്ട് എന്തിനു കമ്പയർ ചെയ്യണം? വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ശരീരപ്രകൃതവും എൻ്റെ വയറും ചെറുതാണെന്നിരിക്കട്ടെ. ഞാൻ 2 തവി ചോറും കറിയും ഇട്ട് ഞാൻ കഴിച്ച് എൻ്റെ വയറും നിറഞ്ഞ് ഞാൻ ഏമ്പക്കം വിട്ടു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് ഭീമസേനന്റെ അനുജനാണ്. അങ്ങേര് ഒരു പറ അരിയും ഇഷ്ടംപോലെ സാമ്പാറും പപ്പടം ഒക്കെ കൂട്ടിക്കുഴച്ച് വെട്ടി വിഴുങ്ങുകയാണ് അടുത്തിരുന്നിട്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇയാള് ഇത്രയും കഴിക്കാൻ ഇയാൾക്ക് സാധിക്കുന്നുണ്ടല്ലോ, നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെ? കാര്യം എന്താ? എൻ്റെ വയറ് നിറഞ്ഞെങ്കിൽ അയാൾക്ക് കിട്ടുന്ന അതേ തൃപ്തി, ആ വലിയ വയറ് വെച്ച് കിട്ടുന്ന അതേ തൃപ്തി നമുക്ക് ചെറിയ വയറ് വെച്ച് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, നമ്മുടെ സേവകളൊക്കെ താരതമ്യം ചെയ്യുക, ഇതൊക്കെ തെറ്റാണെന്നല്ല. ഇതൊക്കെ ഒരു കനിഷ്ഠ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇമ്മച്യൂരിറ്റിയുടെ ലക്ഷണങ്ങളാണ്. പയ്യെ പയ്യെ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി വരണം. ശരിയല്ല? ഈ ഹനുമാന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയായിരിക്കും. അണ്ണാന്റെ കഥ. അണ്ണാന്റെ അതൊരു കഥയുണ്ട്. അണ്ണാനും ഹനുമാനും. ഹനുമാൻ വിചാരിച്ചു ഞാൻ വലിയ സേവ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ കാണിച്ചു കൊടുത്തു, അണ്ണാൻ കുഞ്ഞും തന്നാലായത്, അണ്ണാൻ ചെയ്യുന്നതും സേവയാണ്. അണ്ണാൻ കുറച്ച് മണ്ണെടുത്ത് മാറ്റി, ആ ചെറിയ മൺതരികളാണ് എന്ത് ചെയ്യുന്നു, ആ കടലിൽ പോയിട്ട് ശരീരം നനച്ച ശേഷം അവിടുത്തെ ബീച്ചിൽ മണ്ണിൽ കിടന്ന് ഉരുണ്ട് ആ മേത്തുണ്ടായ മണ്ണ് വന്നിട്ട് ഈ പാലം, എന്താണ്, രാമസേതു പണിയുന്ന സ്ഥലത്ത് വന്ന് ശരീരം ഇങ്ങനെ കുടയും. അപ്പോൾ ആ ചെറിയ ചെറിയ മൺതരികളൊക്കെ
ഇവിടെ പോയി നിൽക്കും. ഇതിനിടയ്ക്ക് ഹനുമാനെ പോലുള്ള വലിയ വലിയ വാനരന്മാര് തൂക്കാൻ എന്താണ് അത്രയും ഭാരമുള്ള വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് അവർ അവിടെ ഇടുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഹനുമാനൊക്കെ നടന്നു പോകുമ്പോ ഈ അണ്ണാന്റെ പ്രവൃത്തി ശല്യമായി തീരുന്നു. കാര്യം ചവിട്ടരുതല്ലോ. അപ്പൊ അത് ഒരു ശല്യമായി തീരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്, അല്ലെ? അപ്പോഴാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നത്, അണ്ണാനും ചെയ്യുന്നതും ഭക്തിയുത സേവനമാണ്, നിങ്ങൾ ചെയ്യുന്നതും ഭക്തിയുത സേവനമാണ്. ഭഗവാൻ കമ്പാരിസൺ വെച്ചല്ല നോക്കുന്നത്, അല്ലെ? സോ ഭക്തിയിൽ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ആദ്യം നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചിന്താഗതി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ ചെയ്യുക. പക്ഷെ ക്രമേണ നമ്മൾ ഭക്തിയിൽ മുന്നേറുമ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഭക്തിയെ കാണുന്നത്, ഭഗവാൻ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നതെന്ന് വെച്ചിട്ട് ഒരു മഹാരാജ് പറഞ്ഞു, ഭക്തി വികാസ് മഹാരാജ് പറഞ്ഞു, ഗോഡ്സ് ഐ വ്യൂ. ഇംഗ്ലീഷിലൊരു ഇതുണ്ട്, ബേർഡ്സ് ഐ വ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? വിഹഗ വീക്ഷണം എന്ന് പറഞ്ഞിട്ട് ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ മോളിൽ നിന്ന് ഒരു പക്ഷിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണുക. ഭക്തി വികാസ് മഹാരാജ് അതിനെ ബേർഡ് എന്നുള്ളതിനെ മാറ്റി ഗോഡ് എന്നാക്കി. അപ്പൊ ഗോഡ്സ് ഐ വ്യൂ, കൃഷ്ണന്റെ വീക്ഷണത്തിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ വീക്ഷണത്തെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഭക്തൻ പക്വത നേടി വരുമ്പോൾ സംഭവിക്കുന്നത്, ഇല്ലേ? കൃഷ്ണൻ എങ്ങനെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു? കൃഷ്ണനെ സംബന്ധിച്ച് ഒരു വലിയ കോടിക്കണക്കിനുള്ള ഒരു വലിയൊരു ക്ഷേത്രം പ്രോജക്റ്റ് ഒക്കെ പണിത് ഒരു ഒരു 10,000-കണക്കിന് പുസ്തകങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു വലിയ അറിയപ്പെടുന്ന ഭക്തൻ, റൈറ്റ്? അദ്ദേഹത്തിന്റെ മുഖം യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും ഫേമസ് ഡിവോട്ടിയാണ്. ആ ഡിവോട്ടിയും ആർക്കും അറിയാതെ ഒരു അഡ്രസ്സും ഇല്ലാതെ ഏതോ ഒരു മൂലയ്ക്കിരുന്ന് പൂമാല കെട്ടി ഭഗവാന് കൊടുക്കുന്ന ഒരു ഭക്തനായിരിക്കാം, ഭക്തയായിരിക്കാം. ഭഗവാൻ അങ്ങനെ അല്ലല്ലോ താരതമ്യപ്പെടുത്തുന്നത്, അല്ലെ? സോ നമ്മള് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നല്ലൊരു ഇതാണ്, 3 ലെവൽ കൃഷ്ണ കോൺഷ്യസ്നസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടു. ഒരു രസകരമായ കാര്യമാണത്. ഫസ്റ്റ് ലെവൽ കൃഷ്ണ കോൺഷ്യസ്നസ് വന്നിട്ട് ഐ ആം കോൺഷ്യസ് ഓഫ് കൃഷ്ണ. എന്താണ്? ഞാൻ കൃഷ്ണനെ കുറിച്ച് ബോധവാനാണ്. ഇതാണ് ഫസ്റ്റ് ലെവൽ. നമ്മൾ ശാസ്ത്രമനുസരിച്ച് നമ്മൾ കാണുന്ന സമയത്ത് ഇത് എന്താണ്, ഈ ലോകം ഇത് ഭഗവാന്റെ ശക്തിയാണ്, വിഗ്രഹം കാണുമ്പോൾ ഇത് കൃഷ്ണനാണ്, നാമം ഇത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇതാണ് ഫസ്റ്റ് ലെവൽ, ഐ ആം കോൺഷ്യസ് ഓഫ് കൃഷ്ണ. ഓക്കെ. സെക്കൻഡ് ലെവൽ കൃഷ്ണാവബോധം, കൃഷ്ണ ഈസ് കോൺഷ്യസ് ഓഫ് മീ. എന്ന് വെച്ചാല് നമ്മൾ കൃഷ്ണനെ കാണുക മാത്രമല്ല, കൃഷ്ണൻ എന്നെയും കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭുജി. പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. 2 ലെവലായി. ഇനി മൂന്നാമത്തെ ഒരു ലെവൽ ഉണ്ടെന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ഉത്തമം, ഉന്നതം. അതായത് ഐ ആം കോൺഷ്യസ് ഓഫ് ഹൗ കൃഷ്ണ ഈസ് കോൺഷ്യസ് ഓഫ് മീ, റൈറ്റ്? കൃഷ്ണൻ എന്നെക്കുറിച്ച് എങ്ങനെ ബോധവാനാണെന്നതിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകും. ഉദാഹരണത്തിന് നാമജപം. നമ്മളിപ്പോ നാമം ജപിക്കുന്നു, നമ്മള് നാമം കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാമം ജപിക്കുന്നു. ഇത് ഫസ്റ്റ് ലെവൽ കൃഷ്ണാവബോധം. മോശമല്ല, നല്ലതാണ്. സെക്കൻഡ് ലെവൽ കൃഷ്ണാവബോധം എന്താണ്? ഞാൻ നാമം ജപിക്കുമ്പോ ഈ നാമജപം കേൾക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ തന്നെ കേൾക്കും. നമ്മൾ തന്നെ കേൾക്കും. ഇതാണ് ഫസ്റ്റ് ലെവൽ, നമ്മൾ കേൾക്കുന്നു, റൈറ്റ്? സെക്കൻഡ് ലെവലില് നമ്മൾ ബോധവാനായിരിക്കുന്നത്
ഞാൻ ഈ നാമം ജപിക്കാൻ ഞാൻ മാത്രമല്ല കൃഷ്ണനും എൻ്റെ ചാൻറ്റിങ് കേൾക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് ബോധവാന്മാരായി. മനസ്സിലായോ? മനസ്സിലായി. അതൊരു കൃഷ്ണ കോൺഷ്യസ്നെസ് ആണ്. നമ്മൾ കൃഷ്ണനെ മാത്രമല്ല, കൃഷ്ണൻ നമ്മളെയും കാണുന്നുണ്ട്. നമ്മളൊരു വിഗ്രഹം കാണുന്ന അമ്പലത്തിൽ പോയി തൊഴുന്ന സമയത്ത് ഞാൻ വിഗ്രഹത്തെ മാത്രമല്ല, അതൊരു കൃഷ്ണ കോൺഷ്യസ്നെസ് ഒരു ലെവൽ. രണ്ടാമത്തെ ലെവലാണ് കൃഷ്ണൻ എന്നെയും കാണുന്നുണ്ട് എന്നുള്ളൊരു സെക്കൻഡ് ലെവൽ കൃഷ്ണ കോൺഷ്യസ്നെസ്. തേർഡ് ലെവല് കൃഷ്ണൻ എന്നെ കാണുന്നു എന്ന് പറഞ്ഞല്ലോ സെക്കൻഡ് ലെവലില്, റൈറ്റ്? അതെങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ബോധവാന്മാരാകുന്നു. എന്ന് വെച്ചാല് ഞാൻ ഏത് ഭാവത്തിൽ നാമം ജപിക്കുന്നുവോ അത് കൃഷ്ണൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണന്റെ തൃപ്തിക്ക് വേണ്ടി നന്നായിട്ട് ഞാൻ ജപിക്കണം, നല്ല ഭാവത്തോടെ ജപിക്കണം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ മനസ്സറിയുക എന്ന് പറയില്ലേ? എങ്ങനെ പറയാ? ഫസ്റ്റ് ലെവല് നമ്മള് കൃഷ്ണൻ ഉണ്ടെന്ന് നമ്മൾ ബോധവാന്മാരാകുന്നു. രണ്ടാമത്തെ ലെവല് കൃഷ്ണൻ നമ്മളെക്കുറിച്ച് ബോധവാനാണ് എന്നുള്ളതിനെ കുറിച്ചും ബോധവാന്മാരാകുന്നു. മൂന്നാമത്തെ ലെവല് കൃഷ്ണൻ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ബോധവാനായിരിക്കുന്നത്, അത് കാരണം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ബോധവാന്മാരായി നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നു. കൃഷ്ണന് തൃപ്തിയാകുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നു. കുറച്ച് കട്ടിയായിരിക്കാം, എന്നാലും പ്രത്യേകിച്ച് മൂന്നാമത്തെ കാര്യം കിട്ടുന്നുണ്ട്. കിട്ടുന്നു. മനസ്സിലായി. യെസ് പ്രഭു, വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ അങ്ങനെ ചെറിയ സേവ വലിയ സേവ എന്നില്ല. നമുക്ക് ഭാവമാണല്ലോ പ്രധാനം, അല്ലെ? ഹരേഷ പ്രഭു, വേറെന്തോ ഹനുമാന്റെ ഒരു കൂടി പറയാൻ പോയിരുന്നു, അപ്പോഴാണ് അണ്ണാനിലേക്ക് ഡൈവേർട്ട് ആയത്. ഹനുമാന്റെ മറ്റേത് അത് അല്ല, ഹനുമാനെ സംബന്ധിച്ച് ഭഗവാനെ സംബന്ധിച്ച് ചെറുതും വലുതും സേവയില്ല എന്ന് പറയുന്ന പോലെ ഹനുമാനെ സംബന്ധിച്ചും ചെറുതും വലുതും സേവയില്ല. ഈ കഥ കേട്ടിട്ടുണ്ടോ? അതായത് ശ്രീരാമ പട്ടാഭിഷേകത്തിനൊക്കെ ശേഷം എല്ലാവരും അയോധ്യയില് കുറച്ചു കാലം സീതാദേവി വീണ്ടും കാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ചു കാലം വളരെ സന്തോഷമായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ പില്ലറിന്റെ എല്ലാവരും മുകളിൽ പോയി നിന്നോളാൻ പറയുന്നതാണോ എന്ത്? ഭഗവാൻ ഹനുമാസ്വാമിയോട്? പുറത്ത് ഒരു പില്ലറിന്റെ മുകളിൽ പോയി നിന്നോളൂ എന്ന് പറയുന്ന അതാണ്? അങ്ങനെയല്ല. അതായത് ഏകദേശം അതുപോലെ വരും. ഈ പല സീതാദേവി തീരുമാനിക്കും, നമ്മള് ഇത്ര നാള് എനിക്ക് ഭഗവാനെ സേവ ചെയ്യാൻ ഉള്ളൊരു അവസരം കിട്ടിയില്ല, കാട്ടിലായിരുന്നു, അശോകവനത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് സേവനം ചെയ്യാനുള്ള അവസരം വേണമെന്ന് പറഞ്ഞിട്ട് അയോധ്യയിലുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനുടെ എല്ലാ സേവകളുടെ ഒരു ലിസ്റ്റ് ഇട്ടു. അവര് ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ആ ലിസ്റ്റിൽ നമ്മൾ ജന്മാഷ്ടമിക്ക് മുമ്പൊക്കെ സർവീസ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ അസൈൻ ചെയ്തു, ഇന്ന ഡിവോട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ട്. മനഃപൂർവ്വം ഹനുമാൻ ഒരു സേവയും കൊടുത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാൻ ഇഷ്ടം പോലെ ബാക്കി എല്ലാവരും ചെയ്ത സേവകള് ആഡപ്പ് ചെയ്താൽ, എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഭാഗത്ത് ത്രാസിൽ വെച്ചാലും ഹനുമാൻ ചെയ്ത സേവയായിട്ട് തുലനം ചെയ്യുമ്പോൾ അത് ആ തട്ട് താഴ്ന്നിരിക്കും, ഇല്ലേ? അത്രയും ഹനുമാന് സേവ ചെയ്തതല്ലേ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്കും ചാൻസ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഹനുമാനെ മാത്രം ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല. ഇങ്ങനെ ഒരു കഥ. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാന് കാര്യം മനസ്സിലായി. ഇതാണല്ലേ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ട് ബാക്കി എല്ലാവരും സേവ ചെയ്യുന്നു. എന്തുണ്ടെങ്കിലും ഉടനെ എല്ലാവരും ഞങ്ങൾ ചെയ്യാന്ന് വരുന്നു. ഹനുമാനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നേ ഇല്ല. ഹനുമാൻ അതൊരു വിഷയമല്ല, പുറകെ ഇരുന്ന് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ ലിസ്റ്റിൽ ഒരു സേവ മാത്രമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ആലോചിച്ചു, അങ്ങനെ ഒരു സേവ നമ്മൾ ആലോചിക്കാത്ത എന്താണാവോ ആ സേവ? ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു, ഞാൻ കോട്ടുവായിടുന്ന സമയത്ത് ഇത് ചെയ്യാം. അങ്ങനെ ഒരു സേവയുണ്ട്. ആ സേവ ഈ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങൾ അത് ആരും ചിന്തിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പൊ പറയും, ശരി ഞാൻ പറയുന്നു, ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, അയോധ്യാപതി പറഞ്ഞു കഴിഞ്ഞു, ഈ സേവ ഹനുമാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും നോക്കി, അത് കുഴപ്പമില്ല, ചെറിയൊരു സേവയല്ലേ.
വലിയ വലിയ സേവയൊന്നും പറഞ്ഞില്ലല്ലോ, ചെറിയ സേവയല്ലേ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെന്തായി? അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്ര ഭഗവാന് എന്തെന്നറിയില്ല, പെട്ടെന്ന് എപ്പോഴും 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 പതിവിൽ കൂടുതൽ ക്ഷീണം കോട്ടുവായി ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഹനുമാൻ വന്ന് സന്തോഷത്തോടെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവസാനം സേവ ചെയ്ത് ചെയ്ത് രാത്രി അന്തഃപുരത്തിൽ രാത്രി സീതാദേവിയും ശ്രീരാമചന്ദ്ര ഭഗവാനും കിടക്കുന്ന കിടപ്പറയിലും കോട്ടുവായിടുന്നു. ഉടനെ ഹനുമാൻ അവിടെ വന്ന് ഇത് ചെയ്യുന്നു. ആകെ ഡിസ്റ്റർബ്ഡ് ആയി സീതാദേവി. നമ്മൾ ചെയ്ത പ്ലാൻ സക്സസ്ഫുൾ ആയില്ല എന്ന് പറയും. സോ എനിവേ, കഥ എത്രയേ ഉള്ളൂ. അതായത് ഹനുമാനെ സംബന്ധിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാൻ കാണിച്ചു കൊടുക്കായിരുന്നു, ഹനുമാനെ സംബന്ധിച്ച് സേവ, ഭഗവാൻ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് കാര്യം. അതിനുവേണ്ടി മറ്റേ സഞ്ജീവനി മല എടുത്തുകൊണ്ട് വരുന്നതും സേവയാണ്. ഒരു മൂലക്കിരുന്ന് കോട്ടുവായിടുമ്പോൾ മാത്രം ഇത് ചെയ്യുന്നതും സേവയാണ്. ഹനുമാനെ പോലുള്ളൊരു ഉന്നത ഭക്തൻ, പരിശുദ്ധ ഭക്തന് ഇത് തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ കേസിലും ഭഗവാന്റെ തൃപ്തി മാത്രമാണ് അവരുടെ ലക്ഷ്യം. റൈറ്റ്. 16-ാം അധ്യായത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. അധ്യായം വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇന്ന് വായിക്കാം. ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം, നമ്മൾ വായിച്ചെടുത്തുനിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ദിവസം മേ ബി 16-ാം അധ്യായം ഇതുപോലെ ഒരു ചെറിയൊരു പെട്ടെന്ന് അവിടെ വരെ എത്തിക്കാം. ആ, ഹരേ കൃഷ്ണ പ്രഭു. 44 വരെയാണ് വായിച്ചു നിർത്തിയത്. ഓക്കെ, ഒന്ന് സ്പോട്ട്ലൈറ്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്തോളൂ, നമുക്ക് ആ, ബാക്കിയുള്ളവർ വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പൊ 45 തുടങ്ങി ഒരു 2-3 ശ്ലോകം വെച്ച് ഓരോരുത്തർ വായിക്കാം. ഹരേ കൃഷ്ണ. തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് വായിച്ച് വലിയ പരിചയമില്ലെങ്കിലും ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. श्लोकेरार्थ कैला विप्र पाइय संदोष प्रभु कहे कहा श्लोके रखे बागुण दोष. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. മഹാപ്രഭുവിന്റെ പ്രസ്താവനയിൽ സംതൃപ്തനായ ബ്രാഹ്മണൻ കേശവ കാശ്മീരി അവിടുന്ന് ചോദിച്ച ശ്ലോകം വിശദീകരിച്ചു. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, ഇനി ദയവായി ഈ ശ്ലോകത്തിന്റെ ഗുണദോഷങ്ങൾ വിവരിച്ചാലും. ബ്രാഹ്മണൻ വീശിയടിക്കുന്ന കാറ്റിന്റെ വേഗതയിലാണ് ശ്ലോകങ്ങൾ ചൊല്ലിയതെങ്കിലും മഹാപ്രഭു ആ 100 ശ്ലോകങ്ങളിൽ നിന്ന് ഈ ഒരു ശ്ലോകം തിരഞ്ഞെടുക്കുകയും ഓർമ്മിക്കുകയും മാത്രമല്ല അതിൻ്റെ ഗുണദോഷ വിശകലനം നടത്തുകയും ചെയ്തു. അവിടുന്ന് അത് ശ്രവിക്കുക മാത്രമല്ല തൽക്ഷണം അതിൻ്റെ വിമർശനാത്മകമായ പഠനം നടത്തുകയും ചെയ്തു. ശ്ലോകം 46. വിപ്രാകാഹേ ശ്ലോകേ നാഹി ദോഷേര ആഭാസ ഉപമാലങ്കാര ഗുണ കിച്ചു അനുപ്രാസ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു, ആ ശ്ലോകത്തിൽ ദോഷത്തിന്റെ ലാഞ്ചന പോലുമില്ല, മറിച്ച് അതിന് ഉപമകളുടെയും അനുഭവങ്ങളുടെയും ശ്രേഷ്ഠ ഗുണങ്ങളുണ്ട്. ഭാവാർത്ഥം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ ഉദ്ധരിക്കപ്പെട്ട ശ്ലോകത്തിന്റെ അവസാന വരിയിൽ ഭ എന്ന അക്ഷരം ഭവാനി, ഭർത്തുർ, വിഭവതി, അദ്ഭുത എന്നീ വാക്കുകളിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അത്തരം ആവർത്തനത്തെ അനുപ്രാസം എന്ന് വിളിക്കുന്നു. ലക്ഷ്മീർ ഇവ, വിഷ്ണോഷ്, ചരണ കമലോത്പത്തി എന്നീ വാക്കുകൾ ഉപമാലങ്കാരത്തിന്റെ ഉദാഹരണങ്ങളാണ്. എന്തെന്നാൽ അവ ആലങ്കാരിക സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നു. ഗംഗ ജലമാണ്, ലക്ഷ്മി ഐശ്വര്യദേവതയും. ജലവും വ്യക്തിയും തമ്മിൽ സാദൃശ്യമില്ലാത്തതിനാൽ ഈ താരതമ്യം ആലങ്കാരികമാണ്. ശ്ലോകം 47. പ്രഭു കഹേ നാ കഹി യദി നാ കരഹ രോഷ കഹ തോമാര ഏ ശ്ലോകേ കിബ ആഛേ ദോഷ. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. മഹാപ്രഭു പറഞ്ഞു, അങ്ങ് കുപിതനാവുകയില്ലെങ്കിൽ ഞാൻ ചിലത് പറയാം. ഈ ശ്ലോകത്തിലെ ദോഷങ്ങൾ വിശദീകരിക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഹരേ കൃഷ്ണ പ്രഭുജി. 3 പറഞ്ഞു. യെസ് മാധവ്. ഹരേ കൃഷ്ണ.
ഒറ്റൊരു കാര്യം, ലാഞ്ചന സ്പെല്ലിംഗ് തെറ്റാണ്. ലാഞ്ചനയല്ല. ലാഞ്ചന ഒന്നുമില്ല. അതെവിടെയായിരുന്നു? ഞാവും ഛാവും ആണ് വരുമല്ലോ. ഞായും ചായയും അല്ലേ? ഞായും ചായയും. ലാഞ്ചന. ഏത് എവിടെയായിരുന്നു? 46-ന്റെ വിവർത്തനത്തില്. ആ ഞാ ചന്ദ്രകല ഇത് ഛായ. തന്നെയല്ലേ? ലാഞ്ചന എന്റെ ബുക്കിൽ കറക്റ്റ് ആണ് പ്രഭു. അല്ല, ഇത് തന്നെയല്ലേ പ്രഭു? സംശയമുണ്ട്. അഞ്ചിന്റെ 5 എന്ന് പറയുന്ന അത് തന്നെയല്ലേ? അതെ, ഈ അതെ. ലാഞ്ചന ഇത് ഇങ്ങനെയല്ല. ഞായും ചായയും വരുമ്പോ ഇങ്ങനെയല്ലേ വരുള്ളൂ? ലാൻ ചേർത്തല എഴുതിയേക്കണേ, ലാഞ്ചന. ചാ അല്ല, ഛാ ആണ് ആക്ച്വലി. ആണ്. പൂച്ചയ്ക്ക് പറയാം. അതെ. ഓക്കെ ഓക്കെ, വാല് ചുരുട്ടി വരണം അല്ലേ? ഉം. ശരിയാ ശരിയാ, എഴുതി നോക്കുമ്പോ അങ്ങനെ വരുന്നുണ്ട്. ശരിയാ, അങ്ങനെ ഉണ്ട്, ലാഞ്ചന. പിന്നെ 40 ചാ ചുരുട്ടണം. ശരിയാ. പിന്നെ 47 രസമാണെന്ന് വെച്ചാ, ഈ കേശവ കാശ്മീരി കോപിക്കുന്നുള്ളത് അറിയാൻ നന്നായിട്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ മഹാപ്രഭു അങ്ങോട്ട് ഇട്ട് കൊടുത്തു, അങ്ങ് കുപിതനാവുകയില്ലെങ്കിൽ ഞാൻ ചിലത് പറയാം. ഒരു ശരിക്കും ഇത് നാടകത്തിലൊക്കെ നല്ല രസമായിരിക്കും ഇങ്ങനെ ആ ഒരു ഭാവങ്ങൾ അവതരിപ്പിക്കാൻ, അല്ലെ? ഹരേ കൃഷ്ണ. തുടരാല്ലേ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 48. പ്രതിഭാര കാവ്യ തോമാര ദേവതാ സന്തോഷേ കാലാമാതേ വിചാരിലേ ജാനി ഗുണദോഷേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കാവ്യം പ്രതിഭാപൂർണമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായും പരമോന്നത ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നതുമാണ്. എങ്കിലും സൂക്ഷ്മ പരിശോധന നടത്തുന്ന പക്ഷം അതിൽ ഗുണദോഷങ്ങളുമുണ്ട്. ശ്ലോകം 49. താതേ ബാലാകാരി ശ്ലോകേ കാരക വിചാര കവി കാഹേയേ ച കാഹിലേ വേദസാര. വിവർത്തനം: ഭഗവാൻ അരുളി ചെയ്തു, അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ശ്ലോകത്തിന്റെ സൂക്ഷ്മ പരിശോധന നടത്താം. കവി മറുപടി പറഞ്ഞു, അതെ, താങ്കൾ ചൊല്ലിയ ശ്ലോകം പരിപൂർണമായി ശരിയാണ്. ശ്ലോകം 50. വ്യാകരണീയ തൂമീനാഹി പക അലങ്കാര ഭൂമി കി ജാനീബേ ഏയി കവിത്വരേ സാര. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു സാധാരണ വ്യാകരണ വിദ്യാർത്ഥിയായ നിനക്ക് സാഹിത്യ അലങ്കാരങ്ങളെ കുറിച്ച് എന്തറിയാം? ഈ കാവ്യത്തെ നിരൂപണം ചെയ്യാൻ നിനക്കാവില്ല, കാരണം നിനക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഭാവാർത്ഥം: ശ്രീ ചൈതന്യ മഹാപ്രഭു സാഹിത്യശാസ്ത്രത്തിൽ ഉന്നതിയാർജിച്ച വിദ്യാർത്ഥിയല്ലാത്തതിനാൽ അലങ്കാരങ്ങളും സാഹിത്യ ആഭരണങ്ങളും നിറഞ്ഞ ഒരു ശ്ലോകം നിരൂപണം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കേശവ കാശ്മീരി ആദ്യം അവിടുന്നിനെ വിരട്ടാൻ ശ്രമിച്ചു. ഈ വാദത്തിന് വാസ്തവത്തിൽ അല്പം സാധുതയുണ്ട്. ഒരുവൻ വൈദ്യരംഗത്തുള്ള ആളല്ലാത്ത പക്ഷം വൈദ്യരംഗത്തുള്ള മറ്റൊരുവനെ വിമർശിക്കാൻ യോഗ്യനല്ല. അതുപോലെ ഒരുവൻ സ്വയം അഭിഭാഷകനാകാതെ മറ്റൊരഭിഭാഷകനെ വിമർശിക്കുക സാധ്യമല്ല. അതുകൊണ്ട് കേശവഭാരതി ആദ്യം ഭഗവാന്റെ പദവിയുടെ വിലയിടിച്ച് സംസാരിച്ചു. കേവലം ഒരു വ്യാകരണ വിദ്യാർത്ഥിയായ ശ്രീ ചൈതന്യൻ ഒരു മഹാകവിയെ വിമർശിക്കാൻ എങ്ങനെയാണ് മുതിരുക? ഭഗവാൻ ചൈതന്യൻ അതിനാൽ കവിയെ മറ്റൊരു രീതിയിൽ വിമർശിച്ചു. ഞാൻ തീർച്ചയായും സാഹിത്യരംഗത്ത് ഉന്നതനല്ലെങ്കിലും ഒരു കാവ്യത്തെ നിരൂപണം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ടെന്നും ശ്രുതിധരൻ എന്ന നിലയ്ക്ക് തനിക്ക് പൂർണ്ണമായ ഓർമ്മശക്തിയുണ്ടെന്നും അതിനാൽ അത്തരം ഒരു നിരൂപണ പ്രക്രിയ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവിടുന്ന് ഓതി. ഹരേ കൃഷ്ണ. ഈ ചർച്ചയുടെ ഒരു രസം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇല്ലേ കേശവ കാശ്മീരി പറയുന്നതും തിരിച്ച് മഹാപ്രഭു അതിന് ഒരു
എന്താ പറയാ, വളരെ നൈസ് ആയിട്ട് പക്ഷെ അതേസമയം സ്ട്രോങ് ആയിട്ട് തന്നെ, അല്ലെ? ഒരു ഭവ്യതയോടെയാണ് മറുപടി പറയുന്നത്, പക്ഷെ അതേസമയം പറയേണ്ടത് എന്താണ്, അളന്നു മുറിച്ച് പറയുന്നുമുണ്ട്. രസമാണിത് കേൾക്കാൻ. വായിക്കാം. ഹരേ കൃഷ്ണ. അടുത്ത രണ്ട് ശ്ലോകം കൂടി, മൂന്ന് ശ്ലോകം കൂടി വായിക്കാം. അടുത്ത ആരാ വായിക്കുന്നത്? ബുക്കുള്ള ആരെങ്കിലും? ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാധു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 50. വ്യാകരണീയ തുമി നാഹി പട അലങ്കാര തുമി കിലാനിബേ ഏയി കവിത്വരസാര. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു അത് സാധാരണ വായിക്കാമോ മാതാജി? അടുത്ത ശ്ലോകം 51 മുതൽ വായിക്കാൻ കഴിയും. 51 മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 51. ഹരേ കൃഷ്ണ. പ്രഭു കഹേന അതയേവ ഉച്ചിയേ തുമാരേ വിചാരിയ ഗുണദോഷ ബുത്സാഹ അമാരേ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു വിനയം കൈക്കൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയോളം ഉയർന്ന നിലവാരത്തിലല്ലാത്തതിനാൽ അങ്ങയുടെ കാവ്യത്തിന്റെ ഗുണദോഷങ്ങൾ വിശദീകരിച്ച് അങ്ങു തന്നെ എന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്ലോകം 52. നാഹി പടിയലങ്കാര കരിയാച്ചി ശ്രവണ താതേയേ ശ്ലോകേ ദേഹി ബഹുദോഷ ഗുണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ കാവ്യാലങ്കാരങ്ങൾ പഠിച്ചിട്ടില്ല എന്നത് സത്യം തന്നെ. പക്ഷേ അതിനെക്കുറിച്ച് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ എനിക്ക് ഈ ശ്ലോകം നിരൂപണം ചെയ്യാനും അതിലെ അനേകം ദോഷങ്ങളും ഗുണങ്ങളും കണ്ടുപിടിക്കാനും കഴിയുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. കരിയാച്ചി ശ്രവണ, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന പ്രസ്താവന നേരിട്ട് പഠിക്കുകയോ ഊഹിച്ചെടുക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ശ്രവണത്തിന് പ്രാധാന്യമുണ്ടെന്ന അർത്ഥത്തിൽ വളരെ സാരവത്താണ്. ഒരുവൻ ശ്രവണത്തിൽ നിപുണനും ശരിയായ സ്രോതത്തിൽ നിന്ന് ശ്രവിക്കുന്നവനുമാണെങ്കിൽ അവന്റെ ജ്ഞാനം തൽക്ഷണം പരിപൂർണമാകുന്നു. ഈ പ്രക്രിയ ശ്രൗതപന്താവ്, അതായത് അധികാരികളിൽ നിന്നുള്ള കേൾവിയിലൂടെ ജ്ഞാനം ആർജിക്കുന്ന പ്രക്രിയ എന്ന് വിളിക്കപ്പെടുന്നു. എല്ലാ വൈദിക വിജ്ഞാനത്തിന്റെയും അടിസ്ഥാന തത്വം ഒരുവൻ സത്യസന്ധനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വേദങ്ങളുടെ പ്രാമാണികമായ പ്രസ്താവനകൾ കേൾക്കുകയും ചെയ്യണമെന്നതാണ്. ജ്ഞാനം നേടാനായി ഒരുവൻ വലിയ പരിഷ്കൃതനായ സാഹിത്യകാരനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരിപൂർണനായ ഒരു വ്യക്തിയിൽ നിന്ന് പരിപൂർണ ജ്ഞാനം സ്വീകരിക്കണമെങ്കിൽ ഒരുവൻ ശ്രവണത്തിൽ നിപുണനായിരിക്കുകയാണ് വേണ്ടത്. ഇതിനെ ജ്ഞാനത്തിന്റെ അവരോഹണ പ്രക്രിയ അഥവാ അവരോഹ പന്താവ് എന്ന് വിളിക്കുന്നു. ശ്ലോകം 53. കവി കഹേ കഹാദേകി കോൻ ഗുണ ദോഷ പ്രഭു കഹേന കഹി സുനന കരിഹ ദോഷ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കവി പറഞ്ഞു, ശരി, നീ കണ്ടെത്തിയ ഗുണദോഷങ്ങൾ ഞാൻ കാണട്ടെ. മഹാപ്രഭു മറുപടി പറഞ്ഞു, എന്നെ സംസാരിക്കാൻ അനുവദിച്ചാലും ഞാൻ പറയുന്നത് രോഷം കൂടാതെ കേൾക്കുകയും ചെയ്യണമേ. ശ്ലോകം 54. പഞ്ചദോഷാഹി ശ്ലോകെ ഹരേ പഞ്ചഅലങ്കാര. കൃഷ്ണ മാതാജി. അത്ര വരെ മതി. ഹരേ കൃഷ്ണ. 53 അടുത്ത പോയി. നിർത്താം. ഇപ്പൊ ഈ പറഞ്ഞതില് ഒരു കാര്യം, ചൈതന്യ മഹാപ്രഭു ഇവിടെ കേശവ കാശ്മീരി അത്രയും വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം രചിച്ചിരിക്കുന്ന ശ്ലോകം എന്ന് പറയുന്നത് മഹാപ്രഭു തന്നെ പറയുന്നു. 48-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പറയുന്നു, കാവ്യം പ്രതിഭാപൂർണമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായും പരമോന്നത ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നതുമാണ്. അപ്പൊ ആ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. സാധാരണ ശ്ലോകമല്ല, ആ ശ്ലോകത്തിന് അത്രയും കഴിവുള്ള വ്യക്തിക്ക് മാത്രമേ ഇങ്ങനൊരു ശ്ലോകം രചിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഈ ചെറിയ ചെറിയ തെറ്റുകൾ മഹാപ്രഭു കണ്ടുപിടിച്ച് ആ തെറ്റുകളെ
മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഇതേ ഭഗവാൻ ആലോചിച്ച് നോക്കിയാൽ പൂന്താനത്തിന്റെ ഭാഷാകാവ്യത്തില് തെറ്റുകൾ ഉണ്ടായി. ആ തെറ്റ് തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സംശോധനം ചെയ്യാൻ വേണ്ടി പൂന്താനം ആരെടുത്ത് കൊണ്ടുപോയി? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയോട് കൊണ്ടുപോയി. നമുക്ക് ആ കഥ അറിയാം. എന്നിട്ട് പറഞ്ഞു, സംസ്കൃത ശ്ലോകമായിരുന്നു, പൂന്താനത്തിന്റെ സംസ്കൃത കാവ്യമായിരുന്നു. അപ്പോൾ അതിലെ തെറ്റുകള് അതിനെ സംശോധനം ചെയ്യാൻ വേണ്ടി സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂരിന്റെ അടുത്ത് കൊണ്ടുപോയി. മേൽപ്പത്തൂർ എന്തു പറഞ്ഞു? ഞാൻ ഭാഷാകാവ്യം നോക്കില്ല. അല്ല, ഭാഷാകാവ്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് സംസ്കൃത കാവ്യം സംസ്കൃതത്തിൽ എഴുതാനുള്ള യോഗ്യതയില്ല ആ, എന്ന് പറഞ്ഞ് പൂന്താനത്തിനെ നിരുത്സാഹപ്പെടുത്തി വിട്ടു. ആ സമയത്താണ് ഭഗവാന്റെ അശരീരി വരുന്നത്. എന്തു പറയുന്നു? മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തി. പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം. പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം എന്ന് പറയുന്നു. റൈറ്റ്? അപ്പോ അങ്ങനെ പറഞ്ഞ ഭഗവാൻ വിഭക്തിക്ക് പ്രാധാന്യം അവിടെ കൊടുത്തില്ല, ഇല്ലേ? സംസ്കൃതത്തിനും വ്യാകരണത്തിനും ആലങ്കാരികതയ്ക്കും ഒന്നും പ്രാധാന്യം അവിടെ കൊടുത്തില്ല. പക്ഷെ ആ ഭഗവാൻ ഇവിടെ വരുമ്പോൾ കേശവ കാശ്മീരിയുടെ ചെറിയ 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 കാര്യങ്ങൾ പോലും ആ തെറ്റുകൾ എടുത്തു പൊക്കി ചൂണ്ടിക്കാണിക്കുന്നു. റൈറ്റ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് സംഭവിക്കുന്നു? പണ്ഡിതനാണെന്ന അഹങ്കാരം കേശവ ഭാരതി. പൂന്താനം ഭക്തനായിരുന്നു, ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് പാണ്ഡിത്യത്തിലായിരുന്നു കൂടുതൽ ഭക്തിയെക്കാളും ഉപരിയായിട്ട്. അതെ. സോ ഭഗവാൻ എന്ത് ഇഷ്ടമല്ല? നാം വലുതാണ് അഹങ്കാരം. അഹങ്കാരം ഇഷ്ടമല്ല. അഹങ്കാരം ഇഷ്ടമല്ല. ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. നമ്മളാണെങ്കിൽ പോലും ഇപ്പോ ഇന്നത്തെ ജനറേഷൻ ഉണ്ടല്ലോ, കുട്ടികൾ, പല ചെറിയ കുട്ടികളൊക്കെ ഇന്ന് കാലത്ത് അപാര കഴിവുള്ള കുട്ടികളാണ്. ഇക്കാലത്ത് ടി വിയിൽ ഷോയിലും റിയാലിറ്റി ഷോയിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇല്ലേ, അവര് പാടാനും അവർക്ക് സംസാരിക്കാനും, നമ്മളൊക്കെ മൈക്കിന് മുമ്പിൽ നിൽക്കാനേ വിറയലുള്ളൂ പണ്ട്. കുറച്ചു പേരെങ്കിലും, ഇല്ലേ, സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ഒരു അതെ. തലമുറ. അതെ. ഇപ്പൊ പോലും എന്താണ്, വീഡിയോയിൽ നമ്മൾ വരുന്നില്ല. എന്നുവെച്ചാൽ വരണമെന്നില്ല, ഞാൻ പറയുകയാണ്. സോ ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും ഒരു ഭയമുണ്ട്, ഭയപ്പാടുണ്ട്. ഓയോ, ഞാൻ അവിടെ പോയി നിന്ന് എന്റെ മുഖം കാണിക്കാനോ എന്റെ ശബ്ദം പുറത്ത് പറയാനോ നമുക്ക് ഇതില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫിയർ ഒന്നും ഇരിക്കുമ്പോ തന്നെ ക്യാമറ റെഡി ആയിട്ടാണ് വരുന്നത്, അല്ലേ? പലരും സംസാരിക്കാനും പാട്ട് പാടാനും ഒക്കെ കഴിവുണ്ട്. പക്ഷേ അതിൽ തന്നെ ചില കുട്ടികളെ നോക്കിക്കഴിഞ്ഞാല് അവരുടെ കഴിവിന്റെ കൂടെ അതിന്റെ കൂടെ ഒരു ചെറിയൊരു വിനയത്തിന്റെ ഒരു ഗന്ധവും അതിലുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഇഷ്ടപ്പെടും. ശരിയാണോ? യെസ്. അതെ. അതേസമയം നേരെ വിപരീതക്കാരും ഉണ്ട്. കണ്ടിട്ടില്ലേ? അതിനെക്കുറിച്ച് എന്തു പറയുന്നു? തീർച്ചയായും ശരിയാണ്. അത് അതെ. ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ആണ്. നമ്മൾ ചിലപ്പോൾ കഴിവുകൾ ഒരേ തുല്യമായ കഴിവുള്ള കുട്ടികളായിക്കോട്ടെ, അങ്ങനെ പ്രോഗ്രാമിനൊക്കെ വരുമ്പോ ആ വിനയമുള്ള ആളോട് നമുക്കൊരു ഒരു സ്നേഹം തോന്നും, അടുപ്പം തോന്നും. തീർച്ചയായും. സോ നമുക്ക് തന്നെ അങ്ങനെയാണ്. കഴിവുണ്ടെങ്കിൽ പോലും, ഇത്രയും നല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ അഹങ്കാരം ഉണ്ടെങ്കിൽ അതൊരു, എന്താ പറയാ, അത്ര നല്ല പായസത്തിൽ അവസാനം 2 സ്പൂൺ ഉപ്പെടുത്ത് വാരി എറിയുന്നത് പോലെയാണ്, അല്ലേ? നമുക്ക് തന്നെ അങ്ങനെയാണ്. വിനയമുള്ള വ്യക്തികളെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഹ്യൂമിലിറ്റി. സോ അതാണ് ഇവിടെ പറയുന്നത്. ആ അഹങ്കാരം കേശവ കാശ്മീരിക്ക്, അഹങ്കാരത്തിനെ തച്ചുടയ്ക്കാൻ വേണ്ടിയാണ് മഹാപ്രഭു കേശവ കാശ്മീരിയായിട്ട് ഈ ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നത്. ആൻഡ് ആദ്യം തൊട്ടേ മഹാപ്രഭു പഠിപ്പിക്കുകയാണ്, എനിക്ക് നിങ്ങളിൽ തെറ്റ് കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ആ തെറ്റ് കണ്ടുപിടിക്കുന്നതും മഹാപ്രഭു എങ്ങനെ ചെയ്യുന്നു? വിനയപൂർവമാണ് തെറ്റ് കണ്ടുപിടിക്കുന്നത്. കണ്ടോ? ഇവിടെ രസമാണ്. ആ ഭാഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 53 കവി പറയുന്നു, 53 ശരി, നീ കണ്ടെത്തിയ ഗുണദോഷങ്ങൾ ഞാൻ കാണട്ടെ. ശരിക്കും ഇതൊരു ഡ്രാമയാക്കണേ, അല്ലേ, ഒരു രസം ഉണ്ടാവും ഇത് ചെയ്യാൻ. ശരി, നീ കണ്ടെത്തിയ ഗുണദോഷങ്ങൾ ഞാൻ കാണട്ടെ.
എന്ന് പറയുന്നു. അപ്പൊ മഹാപ്രഭു മറുപടി പറഞ്ഞു, എന്നെ സംസാരിക്കാൻ അനുവദിച്ചാലും ഞാൻ പറയുന്നത് രോഷം കൂടാതെ കേൾക്കുകയും ചെയ്യണമേ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു വിനയഭാവം അവിടെ വരുന്നുണ്ട്. രസമാണ് കേൾക്കാൻ. ഇതേ മഹാപ്രഭുവും രോഷം പ്രകടിപ്പിച്ചിരുന്നു ഇരിക്കട്ടെ, ഇതിന്റെ ഈ ലീലയുടെ മട്ട് മാറും അല്ലെ? അതെ, അതെ. തർക്കം പോലെ, സാധാരണ പോലെ. അതെ, അത് പിന്നെ നാട്ടിലെ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള അടി പോലെയാവും, ചാനലില്. ചാനൽ ചർച്ചകൾ പോലെയാവും. അതെ, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ലീലയിൽ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇന്ന് നിർത്താം അല്ലെ, നാളെ തുടരാം. ഹരേ കൃഷ്ണ. പഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रेमानंदे, हरि हरि। ഹരി ഹരി